നമസ്കാരം. അധ്യാപകരെ പേടിച്ചിട്ട് സ്കൂളിൽ പോകാതിരിക്കുകയാണ് കെവിൻ എന്ന വിദ്യാർത്ഥി. എന്തിനാണെന്ന് ചോദിച്ചാൽ 14 രൂപ മാത്രം ഈടാക്കേണ്ടുന്ന ഒരു ഫീസ് അതിൽ അധികമായി ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് കുട്ടി അധ്യാപകരോട് ചോദ്യം ചോദിക്കുന്നു. എന്തിനാണ് ഇത്രയധികം ഫീസ് എയ്ഡഡ് സ്കൂളിൽ വാങ്ങുന്നതെന്ന് ചോദിക്കുന്നു. അതിൻ്റെ പേരിൽ ആ കുട്ടിയെ അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. അത് പിന്നീട് വീട്ടുകാരിടപെട്ട കേസായി അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം വിദ്യാർത്ഥികളും സഹപാഠികളും ഉൾപ്പെടെ കെവിനെ മാറ്റി നിർത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ പേടിച്ചിരിക്കുന്ന കെവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോകുമ്പോഴും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ കെവിന്റെ അച്ഛൻ തന്നെ നമ്മളോട് പറയും. ആക്ച്വലി മോന് 5ാം ക്ലാസ് തൊട്ട് ഇപ്പോൾ 9ാം ക്ലാസ്സായി. അത്രയും കാലം സെൻറ്റ് മേരീസിൽ തന്നെയാണ് പഠിക്കുന്നത്. ആ ക്ലാസ്സിലെ ഫസ്റ്റാണ്, നന്നായിട്ട് പെരുമാറുന്ന കുട്ടിയാണ്, ടീച്ചേഴ്സിൻ്റെ പെറ്റാണ്, ക്ലാസ് ലീഡറാണ്. അങ്ങനെയെല്ലാം നന്നായിട്ട് കാര്യങ്ങൾ പോകുമായിരുന്നു. പക്ഷേ ഈ സെൻറ്റ് മേരീസിലുണ്ടായിരുന്ന ഒരു ചെറിയ ഞങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഇവർ സ്കൂൾ ഫീസായിട്ട് സാധാരണ 25 രൂപ വാങ്ങേണ്ടടുത്ത് അവർ 1400 രൂപ SC/ST കുട്ടികളിൽ നടക്കം അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ വാങ്ങുന്നതിന് കുഴപ്പമില്ല, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നത് കണ്ണടച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് തരാറില്ലെങ്കിലും. പക്ഷേ ഇതിന് രസീത് തരാറില്ല, കാശായിട്ട് മാത്രമേ വാങ്ങൂ. അപ്പോൾ ഇപ്രാവശ്യം രസീത് തന്നാലേ ഫീസ് അടയ്ക്കുമെന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. അതൊരു വലിയ കാര്യമായിട്ട് ഞങ്ങളും കരുതിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബർ 30 തൊട്ട് വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിൽ ലഘുഭക്ഷണം കൊണ്ടുവന്നു, അത് മറ്റു കുട്ടികൾ കെവിനും കൊടുത്തു, ആ കെവിൻ അത് കയ്യിൽ വാങ്ങി എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ കാരണങ്ങൾ തൊട്ട് പല റീസൺസിന് ഒരു കാരണവുമില്ലാത്ത നിസ്സാരമെന്ന് വരുന്ന കാര്യങ്ങൾക്ക് ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുക, പുറത്തിറക്കി നിർത്തുക, അടി കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളായി കഴിഞ്ഞപ്പോൾ കെവിൻ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളും വീട്ടിൽ പറഞ്ഞു അത് എന്തിനാണെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചത് കെവിനെ വലിയ ധിക്കാരിയായിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യാനിടയാക്കി. ഇതേ നിലപാടാണ് ഹെഡ് മിസ്സസും പ്രിൻസിപ്പളും എടുത്തത്. പ്രിൻസിപ്പൾ വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു നിലപാടെടുത്ത് കെവിൻ ധിക്കാരിയാണ്. PTA മീറ്റിങ്ങിന് അദ്ദേഹത്തെ നേരിൽ കണ്ട എൻ്റെ ഭാര്യയോട് പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞത്, ഇവനെ TC വാങ്ങി നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും, ഞാൻ TC തരികയല്ല, നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട്. അപ്പം ഞങ്ങൾക്കത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് നോക്കും. എന്തായാലും കൊള്ളാം, ഞങ്ങൾ ഈ കാര്യങ്ങൾ കെവിനെ പറഞ്ഞ് പോട്ടെ, നന്നായിട്ട് പഠിച്ചാൽ മതി, മാർക്ക് കിട്ടുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ക്ലാസ് ടീച്ചർ ദീപു വർഗീസ്, മാത്സ് പഠിപ്പിക്കുന്ന ഒരു പ്രിൻസി ഉമ്മൻ എന്ന് പറഞ്ഞ ടീച്ചർ, ഇവർ രണ്ടുപേര് കണ്ടിന്യൂസ്ലി ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. അവസാനം ഞാൻ ബാലാവകാശ കമ്മീഷനിലും പോലീസിലും കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വരും എന്ന് വരെ കെവിൻ പറയേണ്ടി വന്നു. അത് പറഞ്ഞായിരുന്നു പിന്നീടുള്ള ഇൻസൾട്ട്. എന്തായാലും കൊള്ളാം, ഈ PTA മീറ്റിങ്ങിനൊക്കെ ശേഷം ഈ കഴിഞ്ഞ ജനുവരി 22-ന് കുട്ടി ടോയ്ലറ്റിൽ നിന്നും ഇൻ്റർവെൽ സമയത്ത് ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്ന സമയം, ഇൻ്റർവെൽ ബെല്ല് ക്ലോസ് ചെയ്തതായിട്ട് ബെല്ല് അടച്ചിട്ടില്ല, അതിനു മുമ്പ് UP സെക്ഷനിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് നേരത്തെ ആരോപണങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ പേര് സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ഈ പ്രിൻസിപ്പൾ പുതുതായിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്തതാണെന്നും അറിയുന്നു. അദ്ദേഹം കുട്ടിയെ പുറകിൽ നിന്ന് അടിച്ചു. ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ട് കുറച്ച് എന്തിനാ അടിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ ഇനി അടിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞെന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ വീണ്ടും അടിച്ചു. അത് കഴിഞ്ഞ് കോളറിന് ഇനി അടിച്ചാൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ കോളറിന് കുത്തിപ്പിടിച്ച് പുറകിലേക്ക് തള്ളി. കൊച്ച് അടിച്ച തറയിൽ വീണു, സിമെൻ്റ് തറയിൽ വീണു. ആ നിലത്തിട്ട് ആ അധ്യാപകൻ കുഞ്ഞിനെ അടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് വന്ന കെവിനെ വീണ്ടും അദ്ദേഹം 2 പ്രാവശ്യം കൂടി തല്ലിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ദൃശ്യങ്ങളെല്ലാം അവിടുത്തെ CCTV കാണേണ്ടതാണ്. എല്ലാ ഭാഗങ്ങളും സ്കൂളിൽ CCTV കവർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ CCTV സംഭവം നടത്തുന്ന CCTV തലേ ദിവസം ഇടിമിന്നലിൽ കേടായി, അതുകൊണ്ട് ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞതായിട്ട് അറിഞ്ഞത്. എന്തായാലും കൊള്ളാം, പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ട് സാറ് പോകുന്നു. പ്രിൻസിപ്പൾ ഇല്ലാത്തതുകൊണ്ട് ഹെഡ് മിസ്സസിനെ കാണുന്നു. ഹെഡ് മിസ്സസ് നിസ്സാരമായിട്ട് സാറ് പറഞ്ഞത് വിശ്വസിച്ച് എന്തോ ക്രൗഡിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി വടി വീശി കൊടുത്ത് ഇദ്ദേഹത്തെ കൊണ്ടു കാണും എന്ന് മാത്രം പറഞ്ഞിട്ട് വളരെ നിസ്സാരവൽക്കരിച്ച് വിടുന്നു. ഈ സംഭവം കഴിഞ്ഞിട്ട് ക്ലാസ്സിലിരുന്ന കുട്ടിയെ ഷൈജു ജോസഫ് എന്ന് പറഞ്ഞ വേറൊരു ടെററായിട്ടുള്ള അധ്യാപകൻ കൂട്ടിക്കൊണ്ടെന്ന് ഈ മദനൻ സാർ അടിച്ച അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി ഭീഷണിപ്പെടുത്തുന്നു. വധഭീഷണി ഉൾപ്പെടെ, നിന്നെയൊന്നും ഭൂമിക്ക് വേണ്ടി വെച്ചേക്കില്ല എന്ന് പറഞ്ഞ ഭീഷണികൾ ഉയർത്തുന്നു. കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുന്നു. ഞാൻ അടി പാട് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു. മെഡിക്കൽ സഹായം തേടി, മെഡിക്കൽ റിപ്പോർട്ടായി. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു.
കംപ്ലയിൻറ്റ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് 2 അധ്യാപകർ അടിച്ച അധ്യാപകനും ഭീഷണിപ്പെടുത്തിയ അധ്യാപകനെയും വിളിച്ചു വരുത്തിയെങ്കിലും ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നുള്ള മട്ടിലുള്ള അപഹാസ്യമായ നിലപാട്, CCTV വിഷ്വൽസ് ഇല്ല എന്നുള്ള നിലപാട്. അപ്പോൾ ഞങ്ങൾ FIR എടുക്കാൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് പോന്നു. പോലീസ് FIR ഇട്ടു. അതിൽ നോൺ ബെയിലബിൾ സെക്ഷനിലാണ് 4 ടീച്ചേഴ്സിനെതിരെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഇൻസൾട്ട് ചെയ്യാൻ കൂടെ നിന്ന ഇല്ലെങ്കിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത പ്രിൻസിപ്പാളിനെയും ഹെഡ് മിസ്സസിനെയും വളരെ വിദഗ്ധമായിട്ട് FIR-ൽ നിന്ന് അവരൊഴിവായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, ഇതിൽ പോലും യാതൊരു നടപടിയില്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ 31-ാം തീയതി സ്കൂൾ മാനേജ്മെൻറ്റിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും ബാലാവകാശ കമ്മീഷനിലും പരാതി കൊടുത്തു. ഈ ബാലാവകാശ കമ്മീഷനിൽ ഒരു മെമ്പർ വന്ന് അന്വേഷിച്ച് പോയി എന്നല്ലാതെ വേറൊരു ആക്ഷൻ ഉണ്ടായില്ല. അവിടുന്ന് വീണ്ടും ഞങ്ങൾ ചെയർമാനെ കണ്ടിരുന്നു. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാകുമെന്ന് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ഡെപ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ 6-ാം തീയതി അദ്ദേഹം വന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തിപ്പോയി. ഇന്ന് ഉച്ച കഴിഞ്ഞ് വിശദമായ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞ് നോട്ടീസ് തന്നിട്ടുണ്ട്. അവിടെ നിന്നും കഴിഞ്ഞ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ തന്നെ അദ്ദേഹം കാര്യങ്ങൾ കണ്ട് കൺവിൻസ്ഡ് ആയിട്ട് ബന്ധപ്പെട്ട അധ്യാപകരെ സസ്പെൻഡ് ചെയ്യണം ഇല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നു എന്നറിയുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ടീച്ചേഴ്സ് തന്നെ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യും. അവർ കെവിനെ എൻ്റെ കൂട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ മാതാപിതാക്കളെ ഈ സംഭവത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് എതിരായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാനായിട്ട് കെവിൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഒരു 2-3 ദിവസം നിർബന്ധിച്ച് സ്കൂളിൽ പറഞ്ഞു വിട്ടെങ്കിലും ഇനി ഒരിക്കലും പറഞ്ഞു വിടരുത് എന്നുള്ള നിർബന്ധത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഒരു വല്ലാത്ത വിഷമകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് മീഡിയയിലൂടെ പൊതുജനങ്ങൾ ഇത് ശ്രദ്ധിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചതും മീഡിയയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തതും. ഇതാണ് സ്ഥിതിവിശേഷം.